Hello guys, welcome back to S4 series. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡ്രഗ് ടീമിലെ പോലീസുകാരൻ ഷിയോയുടെ ഓഫീസിലെ ക്യാമറയൊക്കെ ഹാക്ക് ചെയ്ത് പരിശോധിക്കുമ്പോൾ നാമിനെ ബോഡി ഗാർഡ് കണ്ടുപിടിച്ചത് കാണുന്നു. അവൻ വേഗം ഇത് ഹേസിക്കിനെ വിളിച്ചു പറയുന്നു. ഇതേ സമയം ആരോ അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്നു. അത് നാമായിരുന്നു. നാം അവരെ കണ്ടിട്ടില്ലായിരുന്നു. ശേഷം അവൾ വേഗത്തിൽ അവിടെ ഓടിപ്പോകുന്നു. അവരും വണ്ടിയെടുത്ത് അവളുടെ പിന്നാലെ പോകുന്നു. ഹേസിക്ക് നാമിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഓട്ടത്തിനിടയിൽ അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും സ്പീഡിൽ അവിടെ ഓടിപ്പോകുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഹേസിക്ക് നാം ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് വണ്ടി സൈഡാക്കുന്നു. നാമിന്റെ ഫേസ് കണ്ട് അതുവഴി പോയവരൊക്കെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഹേസിക്ക് അങ്ങോട്ടേക്ക് ചെന്ന് ഇതായിരുന്നു നിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് ചോദിക്കുന്നു. അവളും അതെ എന്ന് പറയുന്നു. ഹേസിക്ക് അവളോട് നിന്നെ ആ സെക്യൂരിറ്റി കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. അവൾ അവനോട് നീ ടെൻഷൻ ആവണ്ട, ഈ വേഷത്തിൽ ആർക്കും എന്നെ മനസ്സിലാവില്ല എന്ന് പറയുന്നു. ശേഷം അവൻ അവളുടെ അടുത്തിരുന്നിട്ട് അവളുടെ കയ്യിൽ ആ വാച്ച് കെട്ടിക്കൊടുക്കുന്നു. നാമ് പേവൽ എന്ന റഷ്യൻ മാഫിയ ഗ്രൂപ്പാണ് ഷിയോക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ആ ഗ്രൂപ്പ് ഒരു ഡ്രഗ് മാഫിയ ഗ്രൂപ്പാണ്. അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് എന്ന് പറഞ്ഞിട്ട് ഹേസിക്കിന് ആ കമ്പ്യൂട്ടർ കൊടുത്തിട്ട് നീ ഇത് നോക്ക്, ഞാൻ അവരുടെ കണക്ഷൻസ് ഒക്കെ പരിശോധിക്കാം എന്ന് പറയുന്നു. ഹേസിക്ക് തന്റെ കർച്ചീഫ് എടുത്ത് നാമിന്റെ മുഖമൊക്കെ തുടച്ചു കൊടുത്തിട്ട് നീ വല്ലാത്തൊരു പ്രേതം തന്നെയാണ് എന്ന് പറയുന്നു. ശേഷം അവർ ഇരുവരും പരസ്പരം പേടിപ്പിക്കുന്നു. ഇപ്പൊ മുത്തശ്ശിയെയും ബാരിസ്റ്റയെയും കാണിക്കുന്നു. ബാരിസ്റ്റ അവരോട് ജൂവിന്റെ കഥയുടെ ബാക്കി പറയാൻ പറയുന്നു. ആ ഡിപ്ലോമാറ്റിന്റെ വീട് നിന്നിരുന്ന സ്ഥലം വേനൽക്കാല വസതി ഉണ്ടാക്കാനായി കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എണ്ണയുടെ ഒരു ഉറവ് പൊട്ടുകയും അങ്ങനെ വീണ്ടും ജൂ കോടീശ്വരിയായി മാറുകയും ചെയ്തു എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ഇത് കേട്ട് ബാരിസ്റ്റ ജൂവിന്റെ സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാനൊക്കെ പറയുമ്പോ മുത്തശ്ശി ബാക്കി പിന്നെ പറയാം എന്ന് പറഞ്ഞ് ബാരിസ്റ്റയും കൊണ്ട് അവിടുന്ന് ഓടിപ്പോകുന്നു. ഇപ്പുറത്ത് ജൂ അച്ഛനോട് നിങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ വിടാം എന്ന് പറയുന്നു. എന്നിട്ട് ജൂ അങ്കിളിനെ വിളിച്ചിട്ട് അച്ഛൻ വരുന്നുണ്ട് എന്ന് പറയുന്നു. അവൻ അച്ഛൻ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അച്ഛൻ ഇതുവരെ ഡിബറ്റിലായിരുന്നു, വേറൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എന്നൊക്കെ ജൂ പറഞ്ഞിട്ട് അമ്മയുടെ പുതിയ റിലേഷൻ ഇപ്പോ തൽക്കാലം അച്ഛനോട് പറയണ്ട എന്ന് പറയുന്നു. ഇവിടെ മുത്തശ്ശിയും ബാരിസ്റ്റയും റൈഡിൽ കയറാനായി വരി നിൽക്കുമ്പോൾ രണ്ടുപേർ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇത് കണ്ട് ബാരിസ്റ്റ അവരോട് മാറാൻ പറയുമ്പോൾ അവർ ഈ വയസ്സാങ്കാലത്ത് റൈഡിൽ കയറിയാൽ നിങ്ങളുടെ BP കൂടും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ഇത് കണ്ട് മുത്തശ്ശിക്ക് ദേഷ്യം വരുമ്പോൾ ബാരിസ്റ്റ ദേഷ്യം കൺട്രോൾ ചെയ്യാനൊക്കെ പറയുന്നു. മുത്തശ്ശി ഞാൻ അവരെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ബാരിസ്റ്റ കാണാതെ അവരെ തട്ടിയിടുന്നു. അവനാണെങ്കിൽ പറന്ന് ദൂരെ ചെന്ന് വീഴുന്നു. മുത്തശ്ശിയാകട്ടെ നമുക്ക് റൈഡൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ പിടിക്കാൻ വരാം എന്ന് പറഞ്ഞ് അവരവിടെ ഓടിക്കളിക്കുന്നു. ഇപ്പുറത്ത് ലീഡർ ഡ്രഗിന് അടിമപ്പെട്ട് കുറെ വെള്ളം കുടിക്കുന്നു. ഇവിടെ നാമിങ് നീ മെലിഞ്ഞാൽ നിന്നെ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടാകും എന്ന് ആ ലേഡി പറഞ്ഞതൊക്കെ ആലോചിച്ചിട്ട് ആ മരുന്ന് കഴിക്കുന്നു. ഇപ്പൊ ഷിയോയെ കാണിക്കുന്നു. അവന്റെ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരുന്നു. കുട്ടിക്കാലത്ത് അടികൂടി ജയിക്കുന്ന ആൾക്കായിരുന്നു ഫുഡ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിയോ കുറെ ദിവസമായി പട്ടിണിയായിരുന്നു. ഷിയോയെ അടിക്കുന്ന ബിൻബിൻ എന്നു പേരുള്ള കുട്ടി നീ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് ദിവസമായില്ലേ, അതുകൊണ്ട് നീ ഇന്ന് ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞ് ഷിയോക്ക് വിട്ടുകൊടുക്കുന്നു. ഇപ്പൊ ജൂവിനെ കാണിക്കുന്നു. നാമിനെ ഹോജ കൊല്ലാൻ നോക്കിയതൊക്കെ ഹേസിക്ക് പറഞ്ഞ് ജൂ അപ്പയാണ് അറിയുന്നത്. ഇപ്പൊ നാമും അങ്ങോട്ടേക്ക് വരുന്നു. ജൂ അവളോട് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് ഹോജ ഇപ്പൊ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. അടുത്ത സീനിൽ ജൂ ആകട്ടെ ഹോജയുടെ അടുത്തെത്തുന്നു. നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ജൂ ചോദിക്കുമ്പോൾ അവൾ ഞാൻ നിങ്ങളുടെ മകളായി അവിടെ ജീവിക്കുകയായിരുന്നു, എന്നാൽ നാംസൂൺ വന്ന് എന്നിൽ നിന്ന് അതൊക്കെ തട്ടിപ്പറിച്ചെടുത്തു എന്നൊക്കെ പറയുന്നു. ജൂ അവളോട് ഇനി ബാക്കിയുള്ള കാലം നിനക്കെന്റെ മകളായി ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അവളുടെ കണ്ണും നിറയുന്നു. ഇപ്പൊ നാമിനെ കാണിക്കുന്നു. അവൾ അടുത്തിരിക്കുന്ന ലേഡി സ്റ്റാഫിനോട് ഡൂഗോ എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കുന്നത്, ആരുമായാണ് ബിസിനസ് നടത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. നാമിന്റെ ബഹുമാനമില്ലാത്ത സംസാരം കേട്ടവൾ ഞാൻ നിന്റെ മുതിർന്നതാണ് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ എന്റെ ഇളയതല്ലേ എന്ന് നാമ ചോദിക്കുന്നത് കേട്ട് അവൾക്കും സന്തോഷാവുന്നു. അവിടെയുള്ള വേറൊരു സ്റ്റാഫ് അവൾക്ക് നല്ല പ്രായമുണ്ട് എന്ന് പറയുമ്പോൾ ആ ലേഡി സ്റ്റാഫ് അയാളോട് ചൂടാവുന്നു. നാം അവളോട് നിങ്ങളെ കണ്ടാൽ പ്രായം തോന്നില്ല എന്ന് പറഞ്ഞതും അവൾ കണ്ണാടിയിൽ തന്റെ ഫേസ് ഒക്കെ നോക്കുന്നു. ഇപ്പൊ സെക്രട്ടറി അങ്ങോട്ടേക്ക് വന്ന് ഷിയോയുടെ കമ്പ്യൂട്ടർ ആരോ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ബോഡി ഗാർഡ് ഷിയോയോട് നമ്മുടെ സെക്യൂരിറ്റി ക്യാമറ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നലത്തെ ഫൂട്ടേജ് ഒക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഷിയോ ബോഡി ഗാർഡിന്റെ കാലിൽ കത്തി കൊണ്ട് കുത്തുന്നു. എന്നിട്ട് എന്റെ ഓഫീസിൽ വന്ന് എന്റെ കമ്പ്യൂട്ടർ മോഷ്ടിക്കാൻ
ആർക്കാണ് ധൈര്യം വന്നത് എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് അവന് ജൂവിന്റെ മുഖം മനസ്സിൽ തെളിയുന്നു. അവളന്ന് ഡൂഗോയുടെ ബാങ്ക് റോളർ ആരാണെന്ന് ചോദിച്ചതൊക്കെ അവൻ ഓർമ്മ വരുന്നു. ഇപ്പുറത്ത് ഹേസിക്കും ടീമും ആ കമ്പ്യൂട്ടറൊക്കെ നോക്കുന്നു. എന്നാൽ അതിൽ പിൻപിന്റെയും ഷിയോയുടെയും ഒരു ഫോട്ടോ അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇത് പറയാനായി ഹേസിക്ക് നാമിനെ വിളിക്കുന്നു. നാം ഫോൺ എടുത്തിട്ട് അവിടെയുള്ളവർക്ക് തങ്ങളുടെ സംസാരം മനസ്സിലാവാതിരിക്കാനായി ഹലോ ഹിജ, എത്ര നാളായി കണ്ടിട്ട്, നിനക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഹേസിക്ക് ആ കമ്പ്യൂട്ടറിൽ ഒന്നും തന്നെയില്ല എന്ന് പറയുന്നത് കേട്ട് നാം വേഗം പുറത്തേക്ക് പോയി ഡോറിന്റെ മറവിൽ നിന്ന് അത്ര വലിയ കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. ഹേസിക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇനി അവിടുന്ന് ഒന്നും തന്നെ മോഷ്ടിക്കണ്ട എന്ന് പറയുന്നു. കോള് വെച്ചതിന് ശേഷം നാം തന്നെ ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഓഫീസിലേക്ക് പോകുന്നു. ഇവിടെ മുത്തശ്ശി തന്റെ കൈ കൊണ്ട് കാപ്പിക്കുരുവൊക്കെ പൊടിക്കുന്നത് കണ്ട് ബാരിസ്റ്റ അതിശയത്തോടെ അവരെ നോക്കി നിൽക്കുന്നു. ശേഷം മുത്തശ്ശിയോട് നാമിങ് ഇന്ന് കടയിലും വന്നിട്ടില്ല, ഒരു കോള് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പുറത്ത് നാമിങ് കുറെ വെള്ളം കുടിക്കുന്നത് കാണിക്കുന്നു. ഇവിടെ നാം ആ ലേഡി സ്റ്റാഫിന് കോഫി കൊണ്ടുകൊടുത്ത് അവളെ സോപ്പിടുന്നു. എന്നിട്ട് ഡൂഗോ എന്തൊക്കെ സാധനങ്ങളാണ് വിദേശത്തേക്ക് അയക്കുന്നത് എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ ലേഡി സ്റ്റാഫ് അവളോട് അതൊന്നും പറയുന്നില്ല. ഷിയോ എന്നോട് അതൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നാം പറയുന്നുണ്ടെങ്കിലും ലേഡി സ്റ്റാഫ് അത് പറയാൻ കൂട്ടാക്കാത്തത് കണ്ട് നാം അവൾക്ക് കൊണ്ടുവന്ന ആ കോഫിയും എടുത്ത് തന്റെ സീറ്റിൽ പോയിരിക്കുന്നു. ഇപ്പൊ ലേഡി സ്റ്റാഫ് ആ കോഫി കുടിക്കാൻ നോക്കുമ്പോ അത് നാം കുടിക്കുന്നത് കാണുന്നു. ഡൂഗോ $40 മില്യൺ സെയിൽസ് നടത്തിയെന്ന വാർത്ത നാമും ഹേസിക്കും കാണുന്നു. ഇത് കണ്ട് ഇതിൽ എന്തോ പന്തികേടുണ്ട് എന്നവർക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ ഡ്രഗ് ടീം എല്ലാവരും ഫുഡ് കഴിക്കുന്നത് കാണിക്കുന്നു. ഹേസിക്ക് അപ്പോഴും ക്ലയന്റ് ലിസ്റ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ആ ലിസ്റ്റിൽ നമ്മുടെ ജനറൽ കമ്മീഷണർ പോലും ഉണ്ട് എന്ന് പറയുന്നു. ഹേസിക്ക് ഞാൻ എങ്ങനെയെങ്കിലും ആ ഹെറിറ്റേജ് ക്ലബിൽ കയറി പറ്റും എന്ന് പറഞ്ഞതും അവർ അതത്ര എളുപ്പമല്ല എന്ന് പറയുന്നു. ഷിയോക്ക് ജൂവാണ് മോഷ്ടിച്ചതെന്ന് സംശയമുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അതൊക്കെ ചെക്ക് ചെയ്യാനായി അവൻ തന്റെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സെക്രട്ടറി അങ്ങോട്ടേക്ക് വന്നിട്ട് ജൂവിന്റെ ഒരു വണ്ടിയും ആ സമയത്ത് ഡൂഗോയുടെ പരിസരത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഷിയോ ആ കള്ളനെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ബോഡി ഗാർഡ് വെള്ള വസ്ത്രം ധരിച്ച് വിഗ് വെച്ച് ഒരു പ്രേതത്തിനെ പോലെയായിരുന്നു കള്ളൻ വന്നത് എന്ന് പറയുന്നു. എന്നിട്ട് ആ കള്ളൻ ഇത്ര ഹൈറ്റേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഓഫീസിന്റെ പുറത്ത് നാം വളരെ ഉച്ചത്തിൽ ഓരോന്ന് വായിച്ചു പഠിച്ച് പോകുന്നത് കാണുന്നു. നാമിനെ കണ്ട് ബോഡി ഗാർഡ് ഏകദേശം അവളുടെ ഹൈറ്റ് ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് കേട്ട് ഇനി ജൂവിന്റെ മകൾ നാമാണോ എന്ന് ഷിയോക്ക് ഡൗട്ട് വരുന്നു. ആ സംശയം തീർക്കാനായി അവൻ ഹോജയെ പോയി കാണുന്നു. എന്നാൽ ഹോജയാകട്ടെ അവൾ നാമല്ല എന്ന് പറയുന്നു. ഷിയോ നീ കള്ളം പറഞ്ഞാൽ അത് നിന്റെ ജീവന് തന്നെ ആപത്താണ് എന്ന് പറയുന്നു. എന്നിട്ട് അവൾ നാംസൂൺ അല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ അവളെ കൊല്ലാൻ നോക്കിയത് എന്ന് ചോദിക്കുന്നു. അവൾ എപ്പോഴും എന്നെ താഴ്ത്തി കെട്ടിയാണ് സംസാരിച്ചിരുന്നത്, അതെനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊല്ലാൻ നോക്കിയത്. പിന്നെ നാംസൂണിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവൾക്ക് കുറെ സംസാരിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഹോജ അവിടുന്ന് പോകുന്നു. ഇപ്പോ ഒപ്ലൻഡിയുടെ ഏജന്റ് പാവലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജൂവിനോട് പറയുന്നു. 1954 ഇത് രൂപീകരിച്ചത്. അതൊരു ക്രിമിനൽ ഗ്രൂപ്പായിരുന്നു. 80കളിൽ സബാക്കി എന്ന യമനിലെ ഓർഫനായ ഒരാള് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അയാളൊരു വൈറ്റ് കോളർ ജോലിക്കാരനായിരുന്നു. അയാള് കാരണം ഒരുപാട് പ്രമുഖരൊക്കെ അതിൽ ജോയിൻ ചെയ്യുകയും ആ സംഘടന വളരുകയും ചെയ്തു. അതിലെ അംഗങ്ങളെല്ലാവരും ഓർഫൻസ് ആയിരുന്നു. പിന്നീട് നോഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാള് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ആ സംഘടന കൂടുതൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അനാഥരായ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് ഗാങ്സ്റ്റർ ആക്കാനുള്ള ട്രെയിനിങ് ഒക്കെ അവർ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. ഇവിടെ ഷിയോ ആണെങ്കിൽ ഹോജ പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നു. ഇപ്പൊ ബോഡി ഗാർഡ് ആ വിഗും പിടിച്ച് കമ്പനിയുടെ താഴെ നിൽക്കുന്നു. അതുവഴി വന്ന നാം നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാള് റഷ്യൻ ഭാഷയിൽ സാധാരണ അത്ര ഹൈറ്റിൽ നിന്ന് ചാടിയാൽ ഉറപ്പായിട്ടും അയാൾ മരിക്കും, എന്നാൽ ആ കള്ളന് മാത്രമൊന്നും പറ്റിയില്ല എന്ന് പറയുന്നു. അയാൾ റഷ്യൻ ഭാഷയിൽ സംസാരിച്ചതുകൊണ്ട് തന്നെ നാമിനും അയാൾ പറയുന്നതൊന്നും തന്നെ മനസ്സിലായിരുന്നില്ല. എങ്കിലും നാം അയാളുടെ അവസ്ഥ കണ്ട് അയാളെയും എടുത്ത് ഓഫീസിലേക്ക് പോകുന്നു. എന്നിട്ട് അവർ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നു. നാം ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് അയാളോട് സംസാരിക്കുന്നു. നാം ഷിയോ നിങ്ങൾ അടിച്ചിട്ടും നിങ്ങൾ എന്താ അവനെ തിരിച്ചടിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നു. അദ്ദേഹം എന്റെ
ബോസാണ്, ഞാൻ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് ബോഡി ഗാർഡ് പറഞ്ഞതും നാം ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളെ എന്തിനാ സംരക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല, എന്റെ ജോലി അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് എന്ന് ബോഡി ഗാർഡും പറയുന്നു. ഇപ്പുറത്തെ പോലീസുകാരും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. ഷിയോ ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല, ഇനി അവൻ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ മറ്റുള്ളവരെ പോലെ മരിച്ചു പോവേണ്ടതല്ലേ എന്നൊക്കെ അവർ പരസ്പരം ചോദിക്കുന്നു. ഇപ്പൊ നാമിന് ഷിയോയുടെ ഒരു മെസ്സേജ് വരുന്നു. നാം ഇപ്പോ ഷിയോയുടെ അടുത്തേക്ക് പോകുന്നു, അവൻ അവളോട് നമുക്കൊരു സ്ഥലത്തേക്ക് പോവാനുണ്ട് എന്ന് പറയുന്നു. നാമും അതിന് സമ്മതിച്ചിട്ട് ബോഡി ഗാർഡിന് വയ്യാത്തത് കൊണ്ട് ഞാൻ തന്നെ നിന്റെ ബോഡി ഗാർഡ് ആവാം എന്ന് പറയുന്നു. ഇത് കേട്ട് ഷിയോ ഒന്ന് ചിരിച്ചിട്ട് നിന്റെ കൊറിയൻ ലാംഗ്വേജ് എങ്ങനെയാ ഇത്ര നന്നായത് എന്ന് ചോദിക്കുന്നു. കൊറിയയിലേക്ക് വരിക എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അതിനു വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് കൊറിയൻ ഭാഷയൊക്കെ പഠിച്ചത് എന്നൊക്കെ അവളും പറയുന്നു. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിച്ചത് എന്ന് ഷിയോ ചോദിച്ചതും അവൾ ഞാനൊരു കൊറിയക്കാരനെ കല്യാണം കഴിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ നാണത്തോടെ പറയുന്നു. ഇത് കേട്ട് ഷിയോയും ഒന്ന് ചിരിക്കുന്നു. എന്നിട്ട് അവർ അവിടുന്ന് പോകുന്നു. ഇപ്പോ ജു ഹെറിറ്റേജ് ക്ലബിലേക്ക് വരുന്നു. കൂടെ നമ്മുടെ ഹേസിക്കും ഉണ്ടായിരുന്നു. ഹെറിറ്റേജ് ക്ലബിലെ മാഡം ഇത് ആരാണെന്ന് ചോദിച്ചതും ജു ഇദ്ദേഹം ഒരു വലിയ കമ്പനിയുടെ ഡയറക്ടറാണ്, ഇനി മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഇദ്ദേഹത്തെ ഹെറിറ്റേജ് ക്ലബിലെ മെമ്പർ ആക്കാനാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. ഹേസിക്ക് എന്റെ പേര് ജെയ്മി ചോ എന്നാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. മാഡം അവരോട് ആ മുറിയിലിരിക്കാൻ പറയുന്നു. ഹേസിക്ക് അവിടെ എത്തിയ പാടെ ടേബിളിന്റെ അടിയിൽ എന്തോ ഒട്ടിച്ചു വെക്കുന്നു. പെട്ടെന്ന് അവർക്ക് മുന്നിലേക്ക് നാമും ഷിയോയും വരുന്നു. അവരെ കണ്ട് ഹേസിക്കും ജുവും ആകെ ഷോക്കായി നിൽക്കുന്നു. നാമാണെങ്കിൽ ഇവരെന്താ ഇവിടെ എന്ന രീതിയിൽ അവരെ തന്നെ നോക്കി നിൽക്കുന്നു. അവർ ഇരുകൂട്ടരും പരസ്പരം കണ്ടുമുട്ടുന്നത് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്.